നമ്മള് എച്ചൂർക്ക് പണിയാൻ പോണം. ശരിട്ടാ, ടാറ്റാ. മണല്ലേ അടഞ്ഞു കിടന്നിട്ട് ഏകദേശം പക്കാക്കാം. പാമ്പ് കാണാം. ഇത് കണ്ടോ, ഇപ്പുറത്ത് നോക്കൂ, ഇപ്പുറത്തേക്ക് നോക്കി. അതെന്താ ചുവന്ന പൂ? അസലേ നല്ല പാമ്പുണ്ടോ? മാത്രമല്ല താക്കോലുണ്ടായിരുന്നു. എന്നിട്ട് സോ അപ്പോൾ വീടിന്റെ അവസ്ഥ ഇതാണ്. വീടിന്റെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കാണ്. അപ്പോൾ ഇന്ന് പോണതിന്റെ ഉള്ളില് എത്ര പറ്റുന്ന അത്രയും വൃത്തിയാക്കിയിട്ട് പോകാന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നേരെ പണിയിലോട്ട് കിടക്കാം. ഓക്കെ, കമോൺ. കയ്യും മുറിഞ്ഞത് കണ്ടേ, കയ്യും മുറിഞ്ഞ് ചോരയും വന്ന്, ഇവിടെ ഇങ്ങനെ മുറിഞ്ഞ് ചോര വന്ന് ആകെ മൊത്തത്തിൽ വയ്യാണ്ടായി. ഇനി ഉള്ളിലും പണിയുണ്ട്. കുറേ പണി കഴിഞ്ഞു. ഇപ്പോൾ
ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്നു എനിക്കറിയാം. അവിടെ ഈ ഹൈറ്റിന് ഫുള്ള് പുല്ലായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ നേരെ ബാക്കിലോട്ട് ഫുള്ള് വെട്ടിയിട്ടു. ഫുള്ള് ഇവിടാക്കി ഒരു കൂമ്പരം പറ്റിയിട്ടുണ്ട്. ഉണ്ടായിരുന്ന ഫുള്ളല്ല എല്ലാ പുല്ലും വെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വൃത്തിയാക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൊട്ടി ചോര വന്ന് ഇവിടെ കൈ മുറിഞ്ഞു. അവിടെയും ചോര വന്ന് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അകത്തടിച്ചേരെ തുടക്കാൻ പോവുക. എന്നിട്ട് വേറെ ഒരു ദിവസം വന്നിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക. 12 seconds later. വാഴയുടെ മണമുണ്ടല്ലോ. ഒരു ഉരുള എടുത്ത് അതിലേക്ക് കുറച്ച് അച്ചാറും കഷ്ണം എടുത്ത് അടിപൊളി. സോ അങ്ങനെ വീട് ക്ലീൻ ചെയ്യുന്ന പരിപാടി നടന്നില്ലെങ്കിലും ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന പരിപാടി ക്ലീനായിട്ട് നടന്നിട്ടുണ്ട്. വേറെ നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ വല്യമ്മയുടെ വീട്ടിലോട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ആന കണ്ട്. അപ്പം പിന്നെ ആനയെ കുറച്ച് നേരം കണ്ടു നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം ആനയൊക്കെ കണ്ടു നിന്ന് ഞങ്ങൾ നേരെ വല്യമ്മയുടെ വീട്ടിലോട്ട് യാത്രയായി. അപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ.